GR ഇന്ദുഗോപൻ്റെ 4 ചെറുപ്പക്കാർ എന്ന് പറയുന്ന നോവൽ, ആ നോവൽ സിനിമയാകുകയാണ്. പൊന്മാൻ നോവൽ 30-ാം തീയതി പ്രദർശനത്തിലെത്തുകയാണ്. ഒരു കാലത്ത് ചെറുപ്പക്കാരായിരുന്നവരെ കുറിച്ചുള്ള കഥയാണ്. അവരൊക്കെയാണ് അടി നിൽക്കുന്നത്. എല്ലാവരും ചെറുപ്പമാണ്. രാഷേട്ടാ ചെറുപ്പമായിട്ടില്ല, പ്രായമായി. മനസ്സുകൊണ്ട് ഇതേട്ടാ. ഓക്കെ, എന്താ കഥ? കഥയെന്ന് വെച്ചാൽ ഇവരുടെ കഥയാണ്. ഇവര് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ജോയിഷൻ്റെ അടുത്ത് പറയണം, ഞങ്ങളുടെ ജീവിതം ഭയങ്കര രസകരമായ ഒരു കൊല്ലം ജീവിതം ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് രേഖപ്പെടുത്തിയാൽ എന്തെങ്കിലും എനിക്കൊരു ഭാവിയിൽ ഒരു സിനിമ എടുക്കാനായിട്ടുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് തുടങ്ങിയ ഒരു അന്വേഷണത്തിൽ നിന്നാണ് പിന്നീട് ഇവരുടെ കഥകളിലെല്ലാം ഞാനിങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോയി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ശർമ്മ എന്ന എറണാകുളത്താണ്. അവിടെ പോവും, ടൈപ്പ് ചെയ്യും, കാറ് പോവും, ഇവിടെ ചെയ്യും. ഞങ്ങളുടെ ഏകദേശ കഥകളൊക്കെ അറിയാം. അതെ, ഇവരുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാളായി ഞാനിപ്പോ. അന്നത്തെ കാലത്തുള്ള അതെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ സിനിമ. അപ്പൊ അതാണ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇതിൽ നിന്ന് മനുഷ്യർക്ക് കാണാവുന്ന ഇവരുടെ കഥ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു സാധനമാണ്. കൊല്ലം പബ്ലിക് ലൈബ്രറിയുടെ കീഴിൽ സോപാനം സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് എന്ന് പറയുന്നൊരു അഭിനയ പരിശീലന കളരി ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ഏതെങ്കിലും രീതി ബന്ധപ്പെട്ടവരാണ് ഇവിടെ നിൽക്കുന്നവരൊക്കെയും. ഈ സംവിധായകനെ നമ്മൾ സാധാരണ പറയില്ലേ, മുട്ട വെച്ച വേവെന്ന് പറയുന്നത് അതേ അവസ്ഥയാണ്. ചിരിക്കണോ കരയണോ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. 30-ാം തീയതി നമ്മുടെ പടം റിലീസ് ചെയ്യാണ്. പൊന്മാനാണ് സിനിമയുടെ പേര്. അപ്പം കൊല്ലത്ത് നമ്മൾ ഈ കണ്ട എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തുണ്ടായ അനുഭവങ്ങൾ ഒരു സിനിമയാക്കാൻ പറ്റുമെന്ന് കഥയാക്കാൻ പറ്റുമെന്ന് ഇന്ദുവഞ്ചേട്ടനെ ചോദിച്ച് അങ്ങനെ അദ്ദേഹം ഒരു കഥ എഴുതി തന്നാണ് 4 ചെറുപ്പക്കാർ. അത് ഇനി സിനിമയാക്കണം, അതിനുള്ള തത്രപ്പാടിലായിരുന്നു. അങ്ങനെ ആ സിനിമയാക്കാൻ പല പല നടന്മാർ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയി. അവരെയൊക്കെ പുറകെ നമ്മൾ ട്രാവൽ ചെയ്തു. അതൊന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിന് പറ്റിയൊരാൾ ബേസിലാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ഞങ്ങൾ നേരെ ബേസിൻ്റെ അടുക്കിലേക്ക് ഞാൻ ഈ കഥ പറയാൻ ചെല്ലുകയും ചെയ്തതാണ്. അങ്ങനെ ആദ്യം നമ്മൾ ബേസിൻ്റെ അടുക്കിൽ നിന്ന് കഥ പറഞ്ഞു. ബേസിൽ ആദ്യം പുസ്തകം കൊടുക്കുന്നത്. ഈ പുസ്തകം വായിച്ചിട്ടാണ് ബേസിൽ സിനിമയാവുന്ന കേൾക്കുന്നത്. അപ്പോൾ ഈ നിൽക്കുന്ന എല്ലാ ആൾക്കാരും അതിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. അവർ മുൻപന്തിയിൽ വന്നില്ലെങ്കിലും പിൻപന്തിയിൽ നിന്ന് നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും മെൻ്റലി ആയാലും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ സിനിമ ഉണ്ടായത്. അപ്പം ഇങ്ങനെ ഒരു പരിപാടി, അതായത് എല്ലാവരും ഈ സിനിമയുടെ ഭാഗമാണെന്ന് അറിയിക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് തോന്നിയിട്ടാണ് ഞാനത് ഇന്ദുവഞ്ചേട്ടനോട് ആദ്യം ഷെയർ ചെയ്ത്, അത് കഴിഞ്ഞ് ശർമ്മയോട് ഷെയർ ചെയ്ത്, അങ്ങനെ ഷെല്ലിയോട് ഷെയർ ചെയ്ത്, അങ്ങനെ നമ്മളിങ്ങനെ ചോദിച്ച് വന്നിട്ടാണ് ഈ ഒരു പരിപാടി ഉണ്ടായത്. അപ്പോൾ ഇവരെല്ലാവരുമാണ് പൊന്മാൻ. മാതൃഭൂമിയെടുത്തൊരു ഒരു പ്രത്യേകം നന്ദി പറയാനുണ്ട് ഞങ്ങൾക്ക്. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളെ ആദ്യത്തെ ഒരു കഥ ഇങ്ങനെ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ടൈപ്പ് ചെയ്തെടുത്തു. ഇവർ പറഞ്ഞ സംഗതികൾ അത് തന്നെ ഒരു നോവലിന് വേണ്ടിയ സംഗതികൾ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്തുണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു കഥ വേണമല്ലോ, സ്ട്രക്ചർ വേണം. അതിൽ നിന്നാണ് ഒരു വരി എവിടെയോ പരാമർശിച്ച് പോയ ഒരു വരിയിൽ നിന്നാണ് PP അജേഷ് എന്ന് പറയുന്നൊരു വലിയ കഥാപാത്രം ഉണ്ടായി വരുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് കൃത്യമായി സംഭവിക്കാനിടയിലുള്ള ആ കഥയുടെ രത്നച്ചുരുക്കം എല്ലാം ഞാൻ അപ്പോഴത്തേക്കാണ് അന്ന് മാതൃഭൂമിയിലെ ഗ്രഹലക്ഷ്മി എന്ന് പിന്നെ ഒരു നോവൽ എഴുതി കൊടുക്കാമെന്ന് എൻ്റെ അടുത്ത് അതിൻ്റെ എഡിറ്റർ വിശ്വനാഥ് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പം തന്നെ സമ്മതിക്കുക. അപ്പോൾ ആദ്യത്തെ ലക്കത്തിൽ തന്നെ സംഭവിക്കാനിടയുള്ള കഥ അവിടെ കഴിയുന്നു. പക്ഷേ പിന്നീടും ഒരു നോവൽ മുമ്പോട്ട് പോകണം. പിന്നീടുള്ള അധ്യായം, ഒരു അധ്യയനം, അതിൻ്റെ ഉള്ള യാത്രകൾ, അതിങ്ങനെ നോവൽ ഇതിനോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കാൻ. ഇവരിൽ നിന്ന് 2 കഥാപാത്രങ്ങൾ നേരിട്ട് പുസ്തകത്തിലേക്ക് എടുത്തു. നേരിട്ട് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരെല്ലാവരുമായിട്ട് എനിക്ക് ഞാൻ 94 അന്ന് ഉണ്ണിയണ്ണൊക്കെ വളരെ സജീവമായിട്ട് സോപാനത്തിൻ്റെ തള്ളിക്കുന്ന സമയങ്ങളിലാണ് ഞാൻ ജോലിയുമായി ബന്ധപ്പെട്ട് കൊല്ലത്തുനിന്ന് പോകുന്നത്. അപ്പം ഇവരെല്ലാം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതും എനിക്ക് അറിയാവുന്നതുമായ ആൾക്കാരാണ് പല ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം ബാസ്റ്റിൻ്റെ പേരെനിക്ക് ഉപയോഗിച്ചാൽ ബാസ്റ്റിന് തിരിച്ചൊന്നും പറയത്തില്ല എന്നുള്ളത് എങ്ങനെയാണല്ലോ കഥ. മാത്രമല്ല ബാസ്റ്റിൻ്റെ കഥയുടെ ഘടന, ആഖ്യാനങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ ധാരണയുള്ളതുകൊണ്ടും ഞാൻ ബാസിന്റെ പേര് അതേപോലെ ഈ കഥയിൽ ഒരു പ്രധാനപ്പെട്ട ഈ കൂട്ടത്തിൽ ഗവൺമെന്റ് ജോലി കിട്ടിയ ഒരാൾ. അപ്പം ബാസിനെ കണക്കിരിക്കുന്ന ഒരാളിനെ തന്നെ വേണം എന്നുള്ളത് ജ്യോതിഷിന്റെ ഒരു ഇതായിരുന്നു. അങ്ങനെ വരുന്നു. പിന്നെ ശർമ്മ അതിൻ്റെ ഏറ്റവും ഭയങ്കര ഒരു നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്ലാസിക് ഉദാഹരണം എന്ന് പറയുന്നത് മാർക്കണ്ഡേയ ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രം ഇതിൻ്റെ അകത്ത് കാതലായ ഒരാൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നാൽ ആ കഥാപാത്രം അല്ല പിന്നെ ഇതിൻ്റെ അകത്ത് യഥാർത്ഥ ശർമ്മ അഭിനയിക്കുന്ന കഥാപാത്രം. അപ്പം താൻ അഭിനയിക്കുന്ന കഥാപാത്രത്തിനെ, താനായ കഥാപാത്രത്തിനെ നോക്കിക്കാണുകയും
മറ്റൊരു കഥാപാത്രത്തിനകത്ത് അഭിനയിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞൊരു അപൂർവ ഭാഗ്യം മലയാള സിനിമയിൽ കിട്ടിയ ആളാണ് രാജേഷ് ശർമ്മ. നമ്മൾ മിനി സ്ക്രീനിൽ അല്ലെങ്കിൽ ടെലിവിഷനിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ മോത്തി രാജേഷ് സിനിമയുടെ അല്ലെങ്കിൽ ഇവരുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്, ചിത്രകാരിയാണെന്നൊക്കെ പല ആൾക്കാർക്കും അറിയില്ലല്ലേ. കലാതിലകമായിരുന്നു 2002 കലാതിലകമായിരുന്നു. 2002 ആ സമയത്താണ് മോത്തിയെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഇവിടുത്തെ ഒരു പെയിൻറ്റിങ് ലളിത കലാ അക്കാദമിയുടെ ക്യാമ്പിൽ വന്നപ്പോൾ കാനായ സാറാണ്, ഇതാ നിങ്ങൾക്കൊരു പെങ്ങളും കൂടി ഇരിക്കട്ടെ എന്നും പറഞ്ഞു. കുഞ്ഞു പെങ്ങൾ, അന്ന് കുഞ്ഞാ. ആ സാറാണ് ഞങ്ങളെ ഒരു മോന്തായം എന്ന് പറയുന്ന ഒരു ടീമിലേക്ക് അതിനൊരു പേരിട്ടത് കാനായ സാറാണ്. അന്ന് ഞങ്ങളുടെ കൂടെ കൂടിയ ഒരേ ഒരു പെൺതരി. അതെ അതെ, മോന്തായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ 64 കഴുക്കോലുകളാണ്. അതിലെ ഒരു മോന്തായം വളഞ്ഞാൽ 64 വളയും എന്നാണ്. പക്ഷേ ഈ എല്ലാവരും ഇങ്ങനെ കൂടുന്നതോടൊപ്പം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘാടകരായിരുന്നു എന്നുള്ളതും കൂടിയുണ്ട്. കൊല്ലത്ത് ഈ മോന്തായം എന്ന് പറയുന്നൊരു കൂട്ടായ്മ ഒരുപാട് കാര്യങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് ഊണും ഉറക്കവും കളഞ്ഞ് നന്നായിട്ട് അധ്വാനിക്കുകയും എല്ലാ രീതിയിലും ചിലപ്പോൾ നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അതെ. അതുപോലെ മോത്തിയെ ശല്യപ്പെടുത്താൻ വന്ന മോത്തി ഇനി മത്സരിക്കരുത് എന്ന് പറഞ്ഞ ആൾക്കാരെ തടയാൻ വേണ്ടി ഗുണ്ടകളായിട്ട് പോയിട്ടുണ്ട്. അല്ല, സസ്പെൻസ് ആണ്. അല്ല, ഈ വീട്ടിലെ 2 പെമ്മക്കളായിട്ട് വളർന്നുകൊണ്ട് തന്നെ ആങ്ങളമാരില്ലാത്തത് കൊണ്ട് അതിന്റെ പ്രധാന പങ്ക് വഹിച്ചത് ഇവരെല്ലാവരുമാണ്. എല്ലാ സ്ഥലത്തും എന്റെ സംരക്ഷണം പൂർണ്ണമായും ഏറ്റെടുത്തിരുന്ന സംഘം അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അത് മോത്തിയെ വിചാരിച്ചുകൊണ്ട് 1 തരം ഡയലോഗ് ഞങ്ങൾ ഈ സിനിമയിൽ ചേർത്തിട്ടുണ്ട്. ഇത് 1000 പിന്നെ ആങ്ങളമാരുള്ള പ്രസ്ഥാനമാണടാ ഇത് എന്നൊരു ഡയലോഗ്. ഇന്ദുവനെ 4-5 ചെറുപ്പക്കാർ വായിച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിരുന്നു. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ആ മാർക്കണ്ഡേയ ശർമ്മ എന്നുള്ളതാണ്. അത് നാടകവും കൂടെ കണക്ട് ചെയ്ത് എന്നും കൂടെ കണ്ടപ്പോഴത്തേന് ഒരുപാട് പേര് നമ്മുടെ PC വിഷ്ണുനാഥ് ഒരിക്കൽ വിളിച്ച് വെച്ച്, ഇത് നിങ്ങളെക്കുറിച്ചാണോ ഈ 4-5 ചെറുപ്പക്കാരൻ? കാരണം വിഷ്ണുവിൻ്റെ ചെറിയൊരു ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിക്കുകയും അതിനെക്കുറിച്ച് ഒരുപാട് പേര് സംസാരിക്കുകയും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു 4-5 ചെറുപ്പക്കാർ കണ്ടിട്ട്. പിന്നെ സിനിമയാകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേന് അതിന് കൂടുതൽ ഒരു സ്വീകാര്യത വന്നു എന്നറിഞ്ഞു. പിന്നെ ഞങ്ങൾക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു ക്രിയാത്മകമായിട്ടുള്ളൊരു നേതൃത്വമായിട്ട് പ്രവർത്തിച്ചത് ഞങ്ങളുടെ PJ ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണിയണ്ണനെ കുറിച്ച് തല ഇവർ ആ കാലത്തെ പല കഥകളും പിന്നെ ഞാൻ അറിയുന്നത്. ഇവരുടെ ഒരു കൂട്ടായ്മ എങ്ങനെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും തോന്നിയത് എന്ന് പറഞ്ഞത്. ഒന്ന് നമ്മൾ ഓരോ സ്ഥലത്ത് ഒരിടത്തൊക്കെ ജീവിക്കുന്നു, ഒരു ജനിക്കുന്നു എന്നുള്ളതൊന്നുമല്ല ഒരു സംഘം. നമ്മളെവിടെ ജീവിക്കുന്നു, എങ്ങനെ കൂട്ടായി ജീവിക്കുന്നു എന്നുള്ള. ഉദാഹരണത്തിന് ഞങ്ങളിപ്പം കൊല്ലംകാർക്ക് കിട്ടിയ ഏറ്റവും വലിയ കൊല്ലംകാരനാണ് സത്യത്തിൽ ആലപ്പുഴയിൽ ചേർത്തലക്കാരനാണ്. ആലപ്പുഴ ജില്ലക്കാർക്ക് പോലും അഭിമാനമായി സിനിമയിൽ ഒരുപാട് കലാസംരംഭമയുഗം അങ്ങനെയുള്ള എന്നാത്തം കേസുകൾ ഒരുപാട് സിനിമകളുടെ വളരെ സക്സസ്ഫുള്ളായ ഒരു കലാസംവിധായകനായകനെയൊക്കെ പുറകെ ജ്യോതിഷ് പറയും കൊല്ലം എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ജീവിതത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ള ഇതിൽ. അപ്പം ഞങ്ങൾക്കത് കൊടുക്കാൻ കഴിയുകയും മാത്രമല്ല കൊല്ലത്തിനെ മൊത്തത്തിൽ അടയാളപ്പെടുത്താനായി പറ്റുന്ന തരത്തിലുള്ള വലിയ ഒരു അധ്വാനമാണ് ജ്യോതിഷ് സിനിമയ്ക്ക് പിന്നിൽ ചെയ്തത്. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ജ്യോതിഷ് എടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ്റെ ഒരു അവസാന ഫലമാണ് നാളെ 2 ദിവസത്തിനുള്ളിൽ വരാൻ പോകുന്നത്. നമ്മൾ ഈ 4-5 ചെറുപ്പക്കാരെന്നുള്ള കഥ നമ്മൾ ഇന്ദുവഞ്ചേട്ടനോട് ഒരു കഥ 4 ചെറുപ്പക്കാരെന്നല്ല കഥ എഴുതണമെന്ന് പറഞ്ഞ് അപ്പം നമ്മൾ ഇത് സിനിമയാക്കണം എന്നാഗ്രഹിച്ചു. കഥ വായിച്ചു, അത് സിനിമയാക്കണമെന്ന് ആലോചിച്ചു. അപ്പം നമ്മൾ തീരുമാനിച്ച നമ്മുടെ ലൊക്കേഷൻ കൊല്ലമാണ്. അപ്പം നമ്മൾ ഈ കഥ സിനിമയാകുന്നു, ബേസിൽ ഇതിൽ അഭിനയിക്കുന്നു, സജിൻ ഗോപു വരുന്നു, ലിജോ മോൾ വരുന്നു. അപ്പം നമുക്ക് പലരും എന്നോട് ചോദിച്ചു നമുക്ക് എന്തെങ്കിലും സിനിമ വേറെ എവിടെയെങ്കിലും ഷൂട്ട് ചെയ്തുകൂടെ, വേറെ എന്തെങ്കിലും നാട്ടിൽ ഷൂട്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പം ഞാനോട് പറഞ്ഞത് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ നാടിനെക്കാട്ടി എനിക്ക് ബന്ധമുള്ളത്, അതായത് ജീവിതവുമായിട്ട് സ്പർശിക്കാൻ പറ്റുന്ന ഒരിടം അത് കൊല്ലമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൊല്ലത്ത് തന്നെ ഈ സിനിമ ചെയ്യണം, അല്ലാതെ വേറൊരു ലൊക്കേഷൻ കൊണ്ട് എനിക്ക് സിനിമ ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് ഞാൻ തീരുമാനിച്ചത്. താല്പര്യമില്ലെന്നല്ല, തീരുമാനിച്ചത്. അപ്പോൾ കൊല്ലം എനിക്ക് തരുന്ന ഓരോ ഇപ്പോൾ ഈ സിനിമയിൽ അത് കാണുമ്പോൾ അത് മനസ്സിലാവുമെന്ന് തോന്നുന്നു എല്ലാവർക്കും. അതിൻ്റെ എല്ലാ ഡീറ്റെയിലും നമ്മൾ ആ സിനിമ കൊല്ലത്തിൻ്റെ ഈ ഡീറ്റെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ജില്ലകൾക്കും ഓരോ പാട്ടുണ്ട്.
നമ്മൾ കൊല്ലം ജില്ലയ്ക്ക് മാത്രം ഒരു പാട്ടില്ല. അങ്ങനെ ഈ സിനിമയിലൂടെ നമ്മളൊരു പാട്ട് കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് സിനിമ റിലീസാകുന്നതിൻ്റെ അന്ന് റിലീസാകും. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് കൊല്ലംകാർക്കുള്ള എൻ്റെ ഒരു ഉപഹാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആ പാട്ട് എന്തായാലും ചരിത്രത്തിൽ ലോകം ഞാനൊക്കെ മരിച്ചു പോയാലും അടുത്ത തലമുറ ആ പാടും. കൊല്ലത്തിന് വേണ്ടി അങ്ങനൊരു പാട്ട് അത് ഗംഭീരമാണെന്നാണ് എൻ്റെ അഭിപ്രായം. തീരദേശ മേഖലയിലും അതുപോലെ കായലോര മേഖലയും ഇത് കണക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ജ്യോതിഷ് ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ആ നോവലിൽ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുമുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വായിക്കുമ്പോഴത്തേനും നമ്മൾ അവിടെ പോയി നിന്ന് ഇല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാറ്റ് കൊണ്ടതിൻ്റെ ഒരു ഫീല് ശരിക്കും ഈ കഥയ്ക്കുണ്ട്. ജ്യോതിഷ് ഇത് സിനിമയാക്കുമ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു അഭിമാനവും കൂടിയാണ്. ജ്യോതിഷ് കൊല്ലംകാരനല്ല, ബാക്കിയിരിക്കുന്ന മുഴുവൻ ആളുകളും കൊല്ലംകാരാണ്. അപ്പോൾ അതെ തീർച്ചയായും കൊല്ലത്തെ ഈ കലാകാരന്മാരെയും കലാകാരിയെയും ഒക്കെ കൂട്ടി തുന്നിച്ചേർക്കാൻ കുട്ടനാട്ടിൽ നിന്നും ഒരു പൊന്മാൻ പറന്നു വരേണ്ടി വന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഈ സ്വർണവുമായി ചേർന്ന് ഇന്ദുചേട്ടൻ ഗൃഹലക്ഷ്മിയിൽ എഴുതിയ സ്റ്റോറി പിന്നീട് 4-5 ചെറുപ്പക്കാരാകുന്നു. ആ 4-5 ചെറുപ്പക്കാർ പൊന്മാനിലേക്ക് വരുന്നു. ഈ പൊന്നുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. കഥയിലേക്ക് ഞാൻ വരുന്നില്ല, എങ്കിലും ഒരു ചെറിയ അനുഭവം പറയാം. ഇപ്പോൾ ഇവരെല്ലാം തങ്ങളുടെ അതത് തൊഴിലിടങ്ങളിലേക്ക് ജില്ലയിൽ നിന്നും പുറത്തു പോയവരുണ്ട്, അകത്ത് നിൽക്കുന്നവരുണ്ട്. ഞാനിപ്പോഴും ഈ ജില്ലയിൽ തന്നെയാണ്, നമുക്കറിയാം കുന്നത്തൂർ മണ്ഡലത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായി പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പല ആളുകളും നമ്മളെ സമീപിക്കാറുണ്ട്. നമ്മുടെ ഈ കഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു റിയാലിറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ റീസെൻ്റായി ഒരാൾ എൻ്റെ അടുത്തേക്ക് വരുന്നു. അവരുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി 10 പവൻ സ്വർണം എടുത്തു തരണം എന്ന് ഒരു പ്രമാണവുമായി എൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായി ഒരു വള്ളിയാണ്, ശർമ്മ പലപ്പോഴും കൊണ്ടുവരുന്നത് പോലെയുള്ള ഒരു വള്ളിയാണ്. അപ്പോൾ അത് വള്ളികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ പ്രമാണവുമായി ചെന്ന് ഒരു സുഹൃത്ത് വഴി ഈ സ്വർണം ഞാൻ കളക്ട് ചെയ്ത് ഇവർക്ക് കൊടുത്തു. അപ്പോൾ ഈ വീട്ടുകാരെല്ലാം വളരെ സാർ എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും സാറ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കല്യാണം നടന്നു, സാറ് വിചാരിച്ചുകൊണ്ടാണ് നടന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ കല്യാണം നടന്ന് തൊട്ടടുത്ത ദിവസം ഞാൻ ഈ പണത്തിനായി ഈ വീട്ടിലേക്ക് ചെന്നു. ആ പണത്തിനായിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടായി. ഒരു ദിവസം മാറി, 2 ദിവസം മാറി, അങ്ങനെ നിരന്തരം ഈ സ്വർണത്തിൻ്റെ പണം വാങ്ങിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ട് അന്ന് ഒരിക്കൽ മോന്തായം അനുഭവിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴും ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ളത് ഞാനിപ്പോഴും ഇത് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊരു രസകരമായൊരു അവസ്ഥ കൂടി ഞാൻ പങ്കുവെക്കണം. അവസാനം സാറെന്ന് വിളിച്ചിരുന്ന അതേ വീട്ടുകാർ എന്നോട് വലിയ ശത്രുതയായി. സ്വർണം വാങ്ങിക്കൊണ്ടുപോയ പ്രിയ സുഹൃത്തും ഇപ്പോൾ വലിയ ശത്രുതയായി. അപ്പോൾ 2 പേരും ഒരേ സമയം ശത്രുത ആവുന്ന ഒരു പൊന്നിൻ്റെ കഥ കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർത്തുപോയി. എന്തായാലും കൊല്ലത്തിൻ്റെ പ്രിയ കലാകാരൻ ജി ആർ ഇന്ദുവൻ, അതുപോലെ തന്നെ ശർമ്മയണ്ണടക്കം കൊല്ലത്തെ എല്ലാ ആൾക്കാരും ഉണ്ട്. പിന്നെ വയലാറിൻ്റെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഉദയ സ്റ്റുഡിയോയുടെ നാട്ടിൽ നിന്ന് രാജൻ പി ദേവിൻ്റെ നാട്ടിൽ നിന്ന് എത്തി കൊല്ലത്തുകാരുടെ കഥ പറയുന്ന സംവിധായകനുണ്ട്. ആ ഒരു സിനിമ വൻ വിജയമായി തീരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അങ്ങനെ വിജയമായി തീരട്ടെ എന്നുള്ള ആശംസകളോടെ മോത്തി രാജേഷിനൊപ്പം ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.